കണ്ണൂരിൽ ഇനിയും ബോംബുകൾ പൊട്ടുമെന്ന് കെ സുധാകരൻ. മരിച്ചത് വൃദ്ധനല്ലേ, യുവാവല്ലല്ലോ എന്നും മറുപടി. പൊട്ടാനുണ്ട്, പൊട്ടി കുറച്ച് കഴിയട്ടെ, എന്നിട്ട് നിങ്ങളെ കാണാം. വൃദ്ധനല്ലേ മരിച്ചിട്ടില്ലല്ലോ. ബോംബ് ഇനിയും പൊട്ടാനുണ്ട്, പൊട്ടി കുറച്ച് കഴിയട്ടെ, എന്നിട്ട് നിങ്ങളെ കാണാം. വൃദ്ധനല്ലേ മരിച്ചിട്ടില്ലല്ലോ. വിവരങ്ങൾ നൽകാനായി നിഖിൽ അളവൂർ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. നിഖിൽ, വളരെ ഗൗരവതരമായ ഒരു സമീപനമാണ് ഇപ്പോൾ KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മരിച്ചത് വൃദ്ധനല്ലേ, യുവാവല്ലല്ലോ എന്ന ഒരു മറുപടി. അതായത് മരണത്തെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു നടപടിയല്ലേ ഇപ്പോൾ കെ സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്? അത്തരത്തിൽ ആ ഒരു മരണത്തെ എന്ന് മാത്രമല്ല, ഇത്രയും വലിയൊരു വിഷയമായി പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ച ഒരു വിഷയം, അത് വലിയ രീതിയിൽ കത്തി നിൽക്കുന്ന സമയം. ആ സമയത്താണ് KPCC അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് എന്നുള്ളത് ഏറെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. മരിച്ചത്, അതായത് ഈ എരഞ്ഞോളിയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടാനാണ് കണ്ണൂർ DCCയിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ കെ സുധാകരനെ കാണാൻ മാധ്യമങ്ങൾ എത്തിയത്. അദ്ദേഹം ഈ പരിപാടിയിലേക്ക് വരുന്ന സമയത്ത് ഈ വിഷയത്തിലെ പ്രതികരണം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കണ്ണൂരിൽ ഇനിയും ബോംബുകൾ പൊട്ടാനുണ്ട്, പൊട്ടിത്തീരട്ടെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പ്രതികരിക്കാം എന്ന് പറഞ്ഞു. ആ സമയത്ത് വീണ്ടും എടുത്ത് ചോദിച്ചു, ഒരു വയോധികൻ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് മരിച്ചത് വൃദ്ധനല്ലേ, യുവാവല്ലല്ലോ എന്ന തരത്തിലുള്ള തീർത്തും നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു മറുപടി കെ സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇതിനെ നമ്മൾ രണ്ട് നിലയിൽ തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഒന്നാമത്തെ കാര്യം ഈ വിഷയം തന്നെയാണ്. പ്രതിപക്ഷം ഇത്രയും വലിയ വിഷയമായി ഈ കണ്ണൂരിലെ ബോംബുമായി ബന്ധപ്പെട്ട വിഷയത്തെ നിയമസഭയിൽ ഉന്നയിക്കുന്നു, സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, വലിയ രാഷ്ട്രീയമായി CPIM-നെതിരെ ഉന്നയിക്കുന്നു. ഈ സാഹചര്യം നിലനിൽക്കുന്നു. അതേ ദിവസം തന്നെയാണ് KPCC അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു പരാമർശം വരുന്നത്. മറ്റൊന്ന്, കണ്ണൂരിൽ ഇനിയും ബോംബുകൾ പൊട്ടും എന്ന് പറയുമ്പോൾ കണ്ണൂരിൽ വ്യാപകമായി ബോംബ് നിർമ്മാണവും ശേഖരവും നടക്കുന്നു എന്ന കോൺഗ്രസിന്റെ സ്ഥിരം ആരോപണം അദ്ദേഹം ആരോപിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ആദ്യം പറഞ്ഞ വിഷയം വലിയ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഇത്ര നിസ്സാരമായാണോ കേരളത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഈ വിഷയത്തെ കാണുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ പരിപാടിയിൽ ഇപ്പോൾ കെ സുധാകരൻ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പ്രതികരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ വിഷയത്തിൽ ഇനി കെ സുധാകരന് പറയാനുള്ളത് എന്നാണ് കേൾക്കേണ്ടത്. ഏതായാലും ഈ മരണത്തെ ഇത്രത്തോളം നിസ്സാരവൽക്കരിക്കുന്ന രീതിയിൽ കെ സുധാകരന്റെ പ്രതികരണം വന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണമാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ കോൺഗ്രസ് വലിയ രാഷ്ട്രീയ വിഷയമായി ഇതിനെ ഉന്നയിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മരിച്ച വേലായുധന്റെ വീട് സന്ദർശിക്കുകയും CPIM-നെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുന്നു, പോലീസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു, പോലീസിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല, മുഖ്യമന്ത്രി പരാജയമാണ് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇതെല്ലാം നടന്ന ദിവസം തന്നെയാണ് KPCC അധ്യക്ഷൻ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുന്നത് എന്നുള്ളത് അതീവ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. അത് ഇനിയിപ്പോൾ കെ സുധാകരൻ ഏത് തരത്തിലാണ് അതിനെ ന്യായീകരിക്കാൻ പോകുന്നത്, അദ്ദേഹം ആ പരാമർശം തിരുത്താൻ പോകുന്നുണ്ടോ എന്നതെല്ലാം അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ പ്രതികരണം വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. നിഖിൽ, അതായത് ഈ കണ്ണൂരിൽ ഇനിയും ബോംബുകൾ പൊട്ടുമെന്ന് കെ സുധാകരൻ പറയുമ്പോൾ CPIM-നെ ഉദ്ദേശിച്ച് തന്നെയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒപ്പം തന്നെ മറ്റൊരു പ്രതികരണത്തും, അതായത് ഈ ഒരു മരണം ഉണ്ടായിട്ട് പോലും മറ്റൊരു പ്രതികരണത്തിനും അദ്ദേഹം തയ്യാറായിട്ടില്ല ഇതുവരെ. തന്നെയാണ്. കാരണം ഈ വിഷയത്തിൽ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതികരണമുണ്ട് KPCC അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന്. അത്തരത്തിൽ അതിന് പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ, അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് ആരായാൻ കാത്തു നിന്നതും. പക്ഷെ ഇത്തരത്തിലുള്ള വളരെ ലാഘവത്തോടു കൂടിയുള്ള ആ മരണത്തെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് കെ സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ആ തലത്തിൽ നമുക്കതിനെ അംഗീകരിക്കാം. കാരണം അദ്ദേഹം ഒരു പരിഹാസ രൂപേണ CPIM-നെയോ സർക്കാരിനെയോ കുറ്റപ്പെടുത്തി പറയുന്നതാണെന്ന് പറയാം. പക്ഷെ രണ്ടാമത് പറഞ്ഞ കാര്യം തീർച്ചയായും അത് ഒരു തരത്തിലും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രതികരണമല്ല. പ്രത്യേകിച്ചും ഇന്നത്തേതുപോലുള്ള ഒരു ദിവസത്തിൽ ഒരു മരണത്തെ ഇത്ര നിസ്സാരവൽക്കരിച്ച് പറയുന്നത്, വൃദ്ധനായാലും യുവാവായാലും ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനോട് ഇങ്ങനെ ഒരു പ്രതികരണം വരുന്നത് സ്വാഭാവികമായും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും അതിനെതിരായ പ്രതികരണങ്ങൾക്കും കാരണമാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. നയന, വിവാദ പരാമർശം തന്നെയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ നടത്തിയിരിക്കുന്നത്. കണ്ണൂരിൽ ഇനിയും ബോംബുകൾ പൊട്ടുമെന്ന് കെ സുധാകരൻ പറയുന്നു. ഒപ്പം തന്നെ മരിച്ചത് വൃദ്ധനല്ലേ, യുവാവല്ലല്ലോ എന്ന ഒരു ചോദ്യം കൂടി കെ സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായി. വളരെ ഗൗരവതരമായ ഒരു മറുപടി എന്ന് തന്നെ നമുക്ക് അതിനെ പറയാം. എന്തായാലും എങ്ങനെയാണ് അദ്ദേഹം ഇനി അതിനെ ന്യായീകരിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ശ്രദ്ധേയമായ കാര്യം. നിഖിലാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.